Hey, hi man. Good. Yep. Morning runs. ഡൗട്ട് ചോദിക്കാറുണ്ടായിരുന്നു. ഫ്രീ ആണോ? പറയണോ? ഈ റണ്ണിങ് ആണോ അതോ ഈ സാധാ വാക്കിംഗ് ആണോ കൂടുതൽ ഈ ഫാറ്റ് ബേണിനും എല്ലാം സഹായിക്കുന്നത്, കാലോറി എല്ലാം? ആക്ച്വലി രണ്ടും കാർഡിയോവാസ്കുലർ എക്സസൈസസ് ആണ്. എന്ന് വെച്ചാൽ രണ്ടും നമ്മുടെ സിസ്റ്റത്തിനെ ഓവർ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ രണ്ടും ഫാറ്റ് ബേൺ ചെയ്യും. ഡിപ്പെൻസ് ഓൺ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. വാക്കിങ്ങിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻറ്റൻഷൻ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നൊരു ബ്രിസ്ക് വാക്കിംഗ് ഉണ്ട്, പവർ വാക്കിംഗ് ഉണ്ട്. പിന്നെ സാധാരണ നമ്മൾ നടക്കുന്നത്, കടയിലേക്ക് പോകാൻ വേണ്ടി നടക്കുന്നതിനകത്ത് വലിയ ഇൻറ്റൻഷനൊന്നുമില്ല. സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതല്ല, അതിനകത്ത് അത്രയ്ക്കുള്ള ഫാറ്റ് ബേൺ ഉണ്ടാവുള്ളൂ. പക്ഷേ ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ നല്ല കൈയൊക്കെ ആട്ടി ഇൻറ്റൻഷനലോടെ നടക്കുന്ന അത്, അല്ലെങ്കിൽ പവർ വാക്കിംഗ് കുറച്ചും കൂടി സ്പീഡ് കൂട്ടി ഫുള്ളി കാല് വെച്ച് നടക്കുന്ന, അതിനൊക്കെ ഫാറ്റ് ബേണിംഗ് എഫക്റ്റ് കൂടുതലാണ്. അതൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ സ്പീഡെന്ന് അസ്യൂം ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി അതിന് ഫാറ്റ് ബേണിംഗ് എഫക്റ്റ് ഉണ്ട്. ബട്ട് കമ്പയറിങ് ദാറ്റ് വിത്ത് റണ്ണിങ്, അത് പലതരത്തിലുള്ള റൺസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. പല തരത്തിലുള്ള റൺസ് ഉണ്ട്. ഏത് റണ്ണായാലും, ജോഗ് ആയാലും റണ്ണായാലും, ജോഗ് വേറെ റണ്ണ് വേറെ. ജോഗ് എന്ന് വെച്ചാൽ ചെറിയൊരു പേസിൽ പോകുന്ന ഒരു ഇതാണ്, ഇപ്പോൾ ഇദ്ദേഹം ഓടുന്ന പോലെ, അത് ജോഗാണ്. റൺ എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻറ്റൻഷനിൽ ഓടുന്ന ഇതാണ്. ഇത് രണ്ടിനും ഹെവിയർ ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റീസ് ഉണ്ട്. സോ ഐ വുഡ് പ്രിഫർ റണ്ണിങ് ടു വാക്കിംഗ്. ബട്ട് ഇഫ് യു ആർ വാക്കിംഗ്, പവർ വാക്കിംഗ് ഓർ ബ്രിസ്ക് വാക്കിംഗ്, ദാറ്റ് ഇസ് വാട്ട് ഐ വുഡ് സേ. അപ്പോൾ ഇതിൻ്റെ ഈ വാക്കിങ്ങിൻ്റെയും റണ്ണിങ്ങിൻ്റെയും ഇമ്പാക്റ്റ് എങ്ങനെയാണ് ബോഡിയിൽ വരുന്നത്? രണ്ടിനും അതിൻ്റേതായ ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ വാക്കിങ്ങിന് ലോഡ് കുറവാണ്. രണ്ടും വാക്കിംഗ്, പവർ വാക്കിംഗ് ആയാലും റണ്ണിങ് ആയാലും ബോഡിയിൽ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ലോഡ്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മുട്ടുകളും നമ്മുടെ ജോയിൻറ്റുകളും എടുക്കുന്ന ലോഡിനാണ് ഇമ്പാക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഇമ്പാക്റ്റ് കൂടുതൽ തന്നെയാണ്, സാധാരണ നമ്മൾ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ തന്നെയാണ്. പക്ഷേ വാക്കിങ്ങിന് ഒരു പരിധി വരെ കുറവാണ് റണ്ണിങ് വെച്ച് നോക്കുന്നത്. റണ്ണിങ്ങിൻ്റെ ഹെവി ലോഡുകളാണ് വരുന്നത്. സോ ഇഫ് ഈ റണ്ണിങ് ചെയ്യുമ്പോഴത്തേക്ക് വാക്കിങ്ങിന് ചിലപ്പോൾ വേണ്ടി വരികയും റണ്ണിങ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്ത് മസിലിനെ ലോഡ് ചെയ്ത് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാതെ നമ്മൾ റണ്ണിങ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിനെയും നമ്മുടെ ഇതിനെയും വല്ലാണ്ട് നെഗറ്റീവ്ലി അത് ബാധിക്കും. സോ ഓൾവേസ് റൺ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ഒരു വീക്ക്ലി ത്രൈസ് സംതിങ് എടുത്തിരിക്കണം. വാക്കിങ്ങിന് വേണ്ടാന്നല്ല, പക്ഷേ വാക്കിങ്ങിന് പ്രിഫറബിളി ഇറ്റ് ബി ഓക്കെ. ലോഡ് കുറവായിരിക്കുമല്ലോ. സാറേ, ഞാൻ യൂഷ്വലി റണ്ണിങ് ആണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ടെക്നിക്കോ എന്തെങ്കിലും മെത്തേഡോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഓക്കെ, ദർ ഇസ് എ പേസ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്, നമ്മുടെ ഓടുന്നതിൻ്റെ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ സ്പീഡ് കൂട്ടി ട്രെയിൻ ചെയ്യും. ഒരു ഡിസ്റ്റൻസ് തീരുമാനിക്കുക. 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ, അല്ലെങ്കിൽ 2 കിലോമീറ്റർ, 3, വോട്ടെവർ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഫാസ്റ്റ് വാക്കിംഗ്, ഒരു ബ്രിസ്ക് വാക്കിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ സ്ലോ ജോഗിങ്ങിൽ പ്രോഗ്രസ് ചെയ്യുക. അതിൽ നിന്ന് പ്രോഗ്രസ് ചെയ്ത് റണ്ണിലേക്ക് പോവുക. ഒരു പോയിന്റ് വരെ എത്തുമ്പോഴത്തേക്ക് നിർത്തുക. പിന്നെ തിരിച്ച് ബ്രിസ്ക് വാക്കിംഗ്, സ്ലോ പേസിങ്, സ്ലോ ജോഗിങ്, ദെൻ റണ്ണിങ്. അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ഡിസ്റ്റൻസ് നിന്ന് ഓടാനും പറ്റും. പ്രോപ്പർ ഫാറ്റ് ബേണിംഗ് നടക്കുകയും ചെയ്യും. സാർ നേരത്തെ പറഞ്ഞില്ല, സാറ് മറ്റേ ഡിഫറെൻറ്റ് ടൈപ്പ് റണ്ണിങ് ഉണ്ടെന്നും പേസിൽ ഓരോ പേസിൻ്റെ കേസുണ്ട്. അതെന്തുവാ സംഭവം? എങ്ങനെയായിട്ട് റണ്ണിങ്ങിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ്? റണ്ണിങ്ങിൻ്റെ ഇതിനകത്ത് പല ടൈപ്സ് ഓഫ് റൺസ് ഉണ്ട്. പേസ് റൺസ് ഉണ്ട്, ഇൻറ്റൻസ് റൺസ് ഉണ്ട്, ഹൈക്ക് റൺസ് ഉണ്ട്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പേസ് റൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ പേസിൽ, നമ്മുടെ നോർമൽ പേസിൽ, ബേസ് റൺസ് എന്നാണ് പറയുന്നത്. ബേസ് റൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ അല്ല, നോർമൽ പേസ്. നമ്മൾ ചുമ്മാ നടക്കുന്നത് ഓടുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ നോർമലായിട്ട് അത്രയ്ക്കുള്ള എനർജി എക്സ്പെൻഡിച്ചറേ ഉള്ളൂ, അത്രയ്ക്കുള്ള ലോഡേ ഉണ്ടാവുള്ളൂ. അത് തന്നെ ലോങ് ഡിസ്റ്റൻസ് ഓടുമ്പോഴത്തേക്കാണ് ഇൻ്റർവൽ റൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കുറേ ഡിസ്റ്റൻസ്, ഇതേ ഈ പേസ് റൺസ് നമ്മൾ ബേസ് റൺസ് നമ്മൾ കുറേ ഡിസ്റ്റൻസ്, ഒരു 10 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടുന്നത്, മാരത്തോണൊക്കെ ഓടുന്നത്, അതൊരു ടൈപ്പ് ഓഫ് റൺസ് ഉണ്ട്. പിന്നെ ഹൈക്ക് റൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൈൻ റൺസ്, അപ്പ് ഹിൽ. നമ്മൾ എത്ര ഇതാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് ഓടുന്നു. ഒരു അപ്പ് ഹിൽ ഓടുന്നതിന് ഫ്ലാറ്റായ സർഫസിൽ ഓടുന്നതിനേക്കാളും ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും, ലോഡ് കൂടുതലായിരിക്കും, ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇൻറ്റൻസ് റൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ബേസ്റ്റാണ്. ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഒരു 100 മീറ്റർ നമ്മൾ ഫുൾ പവറിൽ ഓടും. പിന്നെ ബാക്കിയുള്ള ഡിസ്റ്റൻസ് കുറച്ച് വേഗത്തേക്ക് നമ്മൾ സ്ലോ പേസിൽ റൺ ചെയ്യും. പിന്നെ അടുത്ത ഒരു 500 മീറ്റർ നമ്മൾ സ്ലോ പേസിൽ പോകും. പിന്നെ അടുത്ത 100 മീറ്റർ നമ്മൾ ഹൈ സ്പീഡിൽ ഓടും. ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ വർക്ക് ലോഡ് കുറയുകയും ചെയ്യും.
പക്ഷെ എന്നാൽ നല്ലപോലെ വർക്ക് ചെയ്യുകയും ചെയ്യും. രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റ് ബേണിങ് നല്ല ഇതായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇൻക്ലൈനും കൂടി ഇതേ ഷോർട്ട് ബേസ്റ്റ് ഇൻക്ലൈനിൽ ഒരു കയറ്റമുള്ള ഏരിയയിൽ ഇതേ മെത്തേഡ് ഹൈ നല്ല സ്പീഡിൽ ഓടുക, പിന്നെ പേസ് ചെയ്യുക, സ്പീഡിൽ ഓടുക. ഇത് എനിക്ക് കഴിഞ്ഞാൽ ഹെവി വർക്കൗട്ട് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഡു ദിസ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീക്കിലി ഞാൻ പറഞ്ഞ പോലെ ഒരു 2 to 3 times സ്ട്രെങ്ത് ട്രെയിനിങ് കൂടി ചെയ്യണം. ലെഗിനും ബാക്കിയുള്ള മസിൽസിനും എല്ലാം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. എന്നാലേ ഈ ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള മസിൽസിന് നിങ്ങളുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോർഡിനേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബാലൻസ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാത്തിനെയും കൂടി കൊണ്ടുപോവുകയും ചെയ്യണം. സോ സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വെറുതെ ഓടിയും നടന്നാലും മാത്രം പോരാ. സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു ഹാവ് പ്ലാൻ ടു എന്ത് എക്സസൈസിന് പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ്.